ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. വിചാരിക്കുക ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട് ഈ ലോകത്ത് നന്നായി ജീവിക്കണം. എന്നാൽ നമുക്കതിന് കാശ് വേണ്ടേ? ആ കാര്യമാണെങ്കിൽ എനിക്ക് വളരെ കുറവാണ്. എൻ്റെ സാഹചര്യവും ജീവിത നിലവാരവും ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരു വിശാല ഹൃദയനായ ചേട്ടൻ വന്ന് എന്നോട് പറയും, വിഷമിക്കണ്ട, സാരമില്ല, എനിക്ക് കുറേ പറമ്പുണ്ട്, അതിൽ നിന്ന് 1 ഏക്കർ ഞാൻ നിനക്ക് തരാം. പറയുക മാത്രമല്ല, പുള്ളി എഴുതി ഒപ്പിട്ട് പ്രമാണം ചെയ്ത് തന്നു. അങ്ങനെയെങ്കിൽ ആ ചേട്ടനോട് എന്ത് തോന്നും? എന്ത് വികാരമാണ് നമുക്കുള്ളത്? സ്നേഹം, സന്തോഷം, ബഹുമാനം, ആദരവ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം കടപ്പാടും നന്ദിയും ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം ഒന്ന് നോക്കിക്കേ, എത്ര സുന്ദരമായ ഈ ശരീരം. ഓക്കെ, ഇത് നയാ പൈസ കൊടുക്കാതെ എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ശരീരമാണ്. ഇത് ദാനമായി തന്നു. തലമുടി എടുത്ത് നോക്കിക്കേ, ഇതെപ്പോഴാ കിളിർത്ത് വരുന്നതെന്ന് അറിയില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് ഇത്രയും കാലമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. എത്രമാത്രം കൊഴിഞ്ഞു പോകുന്നെന്ന് അറിയില്ല. നഖം വളർന്ന് വലുതാവുമ്പോഴാണ് മുറിക്കാൻ സമയമായി എന്ന് നമുക്ക് തോന്നുകയും നമ്മളത് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ അത്ഭുതമാണ് നമ്മൾ. അപ്പോൾ ഈ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ശരീരം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഭംഗിയായിട്ട് നമുക്ക് തന്നു. ഇനി മാത്രമല്ല, ഇത് റൺ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രകൃതിയിൽ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയി തന്ന ദൈവത്തിനോട് നമുക്ക് എന്താ തോന്നുന്നത്? നന്ദിയുണ്ടോ? കടപ്പാടുണ്ടോ? സ്നേഹമുണ്ടോ? ഐ ലവ് യു പറയാറുണ്ടോ? അങ്ങനെ പറയുന്നവരൊന്ന് തംസപ്പ് കാണിച്ചേ. അതങ്ങനെ ഓർക്കാറില്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. തംസ് ഡൗൺ ആവുന്ന സാരമില്ല, നമുക്ക് തംസപ്പ് ആക്കാം. ഇന്ന് മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളെടുത്ത് നമുക്ക് നന്ദി പറയാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നന്ദി നിറഞ്ഞ ഹൃദയമായിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ കണ്ണ് തുറക്കുമ്പോഴേ, ദൈവമേ, കണ്ണ് തുറന്ന് ഈ ലോകം ഇന്നും കാണാൻ പറ്റിയതിന് താങ്ക്സ്. ഓക്കെ, ബാത്റൂമിൽ പോയി നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴോ, ദൈവമേ, സുന്ദരമായ പല്ല് തന്നതിന് താങ്ക്സ്. ഇതുപോലെ എനിക്ക് കാണാൻ പറ്റാത്ത അഴുക്കുകളൊക്കെ നീയും ഒന്ന് ക്ലീൻ ചെയ്ത് തരണേ. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ, ദൈവമേ, ബാത്റൂമിൽ പോകാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്, എന്നാൽ എനിക്ക് എൻ്റെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സ് കളയാനുള്ള ആ സെറ്റപ്പ് എല്ലാം മനോഹരമാണ്. എൻ്റെ ഈശോയെ നന്ദി. ഇതുപോലെ ഡ്രസ്സ് ഇടുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, ഇതിനൊക്കെ നമ്മളിങ്ങനെ നന്ദി പറയാം. എന്തിനേറെ നമ്മൾ ഈ ശ്വാസത്തിന് വരെ നമുക്ക് നന്ദി പറയാം. ഒക്കെ സിലിണ്ടർ ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാതെ നമ്മൾ ജീവിക്കുന്നില്ലേ? അങ്ങനെ ഇത്രമാത്രം തന്ന ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴായിരിക്കും വേറൊരു സംശയം വരുന്നത്, എൻ്റെ ദൈവമേ, കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, സിസ്റ്റർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. വിഷമിക്കണ്ട. ഒരു കുഞ്ഞു ഉദാഹരണം വിചാരിച്ച്, എങ്ങനെയാ മണലുണ്ടാകുന്നത്? വലിയ കട്ടിയുള്ള പാറ പൊടിഞ്ഞാണല്ലോ മണലുണ്ടാകുന്നത്. കാലക്രമേണ ഇത് പൊടിഞ്ഞു വരുമ്പോൾ ഉരസിയും തട്ടിയും മുട്ടിയും തലോടിയും തഴുകിയും ഒക്കെ നിരന്തരമായി സമ്പർക്കത്തിലൂടെയാണ് ക്രമേണ നൈസായിട്ടുള്ള മണലായി തീരുന്നത്. ഇതുപോലെ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, ഏത് സാഹചര്യങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യാൻ, മനസ്സിന് ആരോഗ്യമുള്ളവരായി മാറാൻ, തൊട്ടവാടികളായി തീരാതെ ചലഞ്ച് ഏറ്റെടുക്കുന്നവരായി മാറാൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയേ പറ്റൂ. അതിനുവേണ്ടിയാണ് ദൈവം ഓരോ സാഹചര്യങ്ങളും നമുക്ക് അനുവദിക്കുന്നത്. ഓക്കെ, സമുദ്രത്തിലൂടെ കടന്നു പോയാലും കർത്താവ് കൊണ്ടുവന്നേ. അഗ്നി പരീക്ഷണം വന്നാലും ഈശോപ്പ് കൂടെയുണ്ട്. ഓക്കെ, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും ആകാശത്തിൽ പോയാലും എവിടെ ഒളിച്ചിരുന്നാലും തമ്പുരാൻ കൂടെയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഡോണ്ട് വറി ഏത് സാഹചര്യത്തിലാണെങ്കിലും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യരായിരിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കുറച്ച് സമയം ഈശോയുടെ അടുത്ത് വെറുതെ ഇരിക്കാൻ കണ്ടെത്തുക. ഓക്കെ, ഇതുപോലെ ഈശോയെ കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കാൻ കുറച്ച് സമയം, ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കി കഥ പറയാൻ പഠിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് തന്നെ മാറി മറിയും. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ ഇന്ധനമാണ്. വണ്ടിക്ക് പെട്രോളും ഡീസലും അടിക്കുന്നത് പോലെ നമ്മളും കുറച്ചു നേരം പോയി നമ്മുടെ വണ്ടി പ്ലഗ് ഇൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പമ്പിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമല്ലോ, അപ്പോൾ അവർ വണ്ടി ഇന്ധനം നിറച്ച് തരും. ഇതുപോലെ ചാപ്പലിൽ പോയി കുറച്ചു നേരം ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കി പറയുക, വിശേഷങ്ങൾ പറയുക, സന്തോഷമായാലും സങ്കടമായാലും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇന്ധനം നിറയും. നമ്മൾ വ്യക്തിപരമായി കുറച്ച് കൂടുതൽ നല്ല 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 മനുഷ്യരായി മാറും. ഓക്കെ,
അപ്പോൾ കുറച്ച് സമയം ഇന്ന് മുതൽ ആ ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, ഐ ലവ് യു പറയാൻ കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.